നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പ്രിൻസിപ്പലിന് പിന്തുണ. മഹാരാജാസ് കോളേജിലെ ചുവരെഴുത്തിൽ പ്രിൻസിപ്പാളിനെ ന്യായീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി. ആവിഷ്കാര സ്വാതന്ത്ര്യം സമൂഹത്തിന് അപകടകരമാകരുത്. ചുവരെഴുത്തിന്റെ ഭാഷയും ആശയവും നല്ലതാകണം. സംഭവത്തിൽ റിപ്പോർട്ട് തേടിയതായും C. രവീന്ദ്രനാഥ്. അതേസമയം പോലീസ് നടപടികളിൽ വിവാദം കനക്കുന്നതിനിടെ വിഷയം ചർച്ച ചെയ്യാൻ നാളെ CPM സംസ്ഥാന സെക്രട്ടറി. പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രശ്നത്തിൽ ഇടപെട്ട കോടിയേരി തന്നെ യോഗത്തിൽ വിഷയം ഉന്നയിക്കും. കേരളത്തിലെ പോലീസ് നടപടികൾ BJPയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ദേശീയ തലത്തിൽ പ്രതിരോധം ശക്തമാക്കാനുള്ള CPM നയത്തിന് തിരിച്ചടിയെന്ന പാർട്ടി കേന്ദ്ര നേതൃത്വം. സംസ്ഥാന പോലീസിൽ കാതലായ തിരുത്തലുകൾക്കും നിർദ്ദേശം. പിടിവീഴുന്ന പരിശോധന. അസാധുനോട് നിക്ഷേപിക്കാനുള്ള കാലപരിധി അവസാനിക്കാനിരിക്കെ രാജ്യവ്യാപക റെയ്ഡുമായി ആദായ നികുതി വകുപ്പ്. 25 കോടിയുടെ പഴയ കറൻസി മാറ്റിയ വ്യവസായി പരസ്മാൽ ലോധ മുംബൈയിൽ അറസ്റ്റിൽ. ഡൽഹി കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നിന്ന് 39 കോടിയും അഹമ്മദാബാദ് ആക്സിസ് ബാങ്കിൽ നിന്ന് 89 കോടിയും പിടിച്ചെടുത്തു. ഇന്നലെ മാത്രം കണ്ടെത്തിയത് 115 കോടിയുടെ കള്ളപ്പണ നിക്ഷേപമെന്ന് ആദായ നികുതി വകുപ്പ്. വൻ നിക്ഷേപം നടത്തിയ 200 പേർക്ക് നോട്ടീസ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടന്നുവരുന്ന കള്ളപ്പണ വേട്ടയിൽ ഇതുവരെ 3300 കോടിയുടെ കണക്കിൽപ്പെടാത്ത പണം പിടിച്ചെടുത്തെന്നും വിശദീകരണം. സഹകരണ ബാങ്കുകളിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയാൽ നടപടി. പരിശോധന നടക്കുന്നത് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ ജില്ലകളിൽ പരിശോധന തുടരും. നോട്ട് നിരോധനത്തിന് ശേഷം പല ബാങ്കുകളിലും എത്തിയത് കോടികളെന്നും എൻഫോഴ്സ്മെന്റ്. കസേര തെറിപ്പിച്ച കള്ളപ്പണം. കള്ളപ്പണ വേട്ടയെ തുടർന്ന് തമിഴ്നാട് ചീഫ് സെക്രട്ടറി രാമമോഹന റാവുവിനെ പുറത്താക്കി സർക്കാർ. ഗിരിജ വൈദ്യനാഥൻ പുതിയ ചീഫ് സെക്രട്ടറി. രാമമോഹന റാവുവിനെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുത്തേക്കും. ചീഫ് സെക്രട്ടറിയുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ ഇന്നലെ പുലർച്ചെ തുടങ്ങിയ പരിശോധന അവസാനിച്ചതായി ആദായ നികുതി വകുപ്പ്. റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത പണവും സ്വർണവും മറ്റിടപാട് രേഖകളും പിടിച്ചെടുത്തതായി ഉദ്യോഗസ്ഥർ. പറഞ്ഞും പരിഹസിച്ചു. കൈക്കൂലി ആരോപണത്തിൽ വാക്പോര് കടുപ്പിച്ച് മോദിയും രാഹുലും. കോൺഗ്രസ് ഉപാധ്യക്ഷൻ പ്രസംഗിക്കാൻ പഠിച്ചെന്ന മോദിയുടെ പരാമർശത്തിന് തന്നെ എത്ര വേണമെങ്കിലും പരിഹസിച്ചോളൂ എന്ന മറുപടി. എന്നാൽ അഴിമതി നടത്തിയോ ഇല്ലയോ പ്രധാനമന്ത്രി വ്യക്തമാക്കണം. നോട്ട് നിരോധനം ബാധിച്ചത് സാധാരണ ജനങ്ങളെയെന്നും രാഹുൽ. സഹാറ ബിർള ഗ്രൂപ്പിൽ നിന്ന് കോഴ വാങ്ങിയെന്ന രാഹുലിന്റെ ആരോപണത്തെ മോദി പരിഹസിച്ചത് വാരാണസിയിൽ നടന്ന പരിപാടിക്കിടെ. അതിർത്തിയിൽ ഭീകരരെ സഹായിക്കുന്ന പാകിസ്ഥാൻ സേനയെ പോലെ പ്രതിപക്ഷം കള്ളപ്പണക്കാരെ സംരക്ഷിക്കുന്നു. സർക്കാർ ഇപ്പോൾ നടത്തുന്നത് വലിയ ശുചീകരണമെന്നും മോദി. അതിനിടെ അഴിമതി ആരോപണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് പ്രശാന്ത് ഭൂഷൺ. സഹാറ ഡയറിയിലുള്ളത് 18 പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളുടെ പേരുകൾ. കോൺഗ്രസ് നേതാക്കളായ ദിഗ്വിജയ് സിംഗും സൽമാൻ ഖുർഷിദും പട്ടികയിൽ. കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിനെതിരെയും ആരോപണം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2575 രൂപ, പവൻ 20,600 രൂപ. വെള്ളി ഗ്രാമിന് 48 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.